മയക്കുമരുന്നെന്ന വിപത്തിനെതിരെ ഫ്ലാഷ് മോബുമായി ആനിക്കാട് സോഫിയ ഇന്റർനാഷണൽ സ്കൂൾ മല്ലപ്പള്ളി ബസ് സ്റ്റാൻഡിലാണ് ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചത്. സോഫിയ ഇന്റർനാഷണൽ അക്കാദമി നൂറമാവ് ICSലെ വിദ്യാർത്ഥികളാണ് മയക്കുമരുന്ന് വിരുദ്ധ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചത്. മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ ഭീഷണിയെക്കുറിച്ച് സമൂഹത്തെ ജാഗരൂകരാക്കുന്നതിനായിട്ടാണ് സോഫിയ ഇന്റർനാഷണൽ അക്കാദമിയിലെ 9ഉം 10ഉം ക്ലാസുകളിലെ വിദ്യാർത്ഥികൾ മല്ലപ്പള്ളി ബസ് സ്റ്റാൻഡിലും കറുകച്ചാൽ ബസ് സ്റ്റാൻഡിൽ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചത്. വൈവിധ്യമാർന്ന നൃത്തഭാവങ്ങളോടെ മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ അപകടങ്ങളെ വിദ്യാർത്ഥികൾ ശ്രദ്ധേയമായി അവതരിപ്പിച്ചു. ഫ്ലാഷ് മോബിന് അധ്യാപകരായ ആശ, അപർണ, അന്നമ്മ, ഷൈനി എന്നിവർ നേതൃത്വം നൽകി. പരിപാടിയുടെ ഭാഗമായി അധ്യാപകരായ പ്രീതി, ഷൈനി ജോസഫ് എന്നിവർ മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ ദോഷഫലങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ബ്രിഡ്ജറ്റ് അധ്യക്ഷത വഹിച്ചു. കീഴ്വായ്പൂര് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ബിപിൻ ഗോപിനാഥ്, കറുകച്ചാൽ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അരുൺ VS എന്നിവർ ഇന്നത്തെ തലമുറയിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ചും അതിന്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ചും സംസാരിച്ചു. ഇത് ഒരു ഫ്രഞ്ച് പഴമൊഴിയാണ്. ഏതാണ്ട് ഇതിനോട് അടുത്തു നിൽക്കുന്ന ഒരു ചൊല്ല് നമ്മളുടെ ഇടയിലുമുണ്ട്. അതായത് മയക്കുമരുന്നിനും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അടിമയായ ഒരുവന് എന്തും നേടിയെടുക്കാൻ സാധിക്കും, അവൻ്റെ ആത്മാഭിമാനം ഒഴികെ. ശരിയാണ്, വളരെ ശരിയാണ്. സ്വന്തം അഭിമാനം പോലും പണയം വെച്ച് സമൂഹത്തിലും മറ്റുള്ളവരുടെ മുമ്പിലും ഒന്നുമല്ലാതെയായി തീരുന്ന ഒരു അവസ്ഥാവിശേഷം മനുഷ്യനുണ്ടാക്കി കൊടുക്കുന്ന ഒന്നാണ് ഡ്രഗ്. ഈ അടുത്തിടെ പുറത്തു വന്ന ഒരു റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ ഏതാണ്ട് 74% കുട്ടികൾ ഡ്രഗിന് അടിമകളാണ് എന്നുള്ള ആ ഒരു ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തു വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ റിപ്പോർട്ടിൽ വേറെ പല കാര്യങ്ങളും വെളിവാക്കുന്നുണ്ട്.